നമസ്കാരം. ചരിത്രപരവും സാംസ്കാരികപരവുമായ നിരവധി കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുകയും അനേകം മാറ്റങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുള്ള ആരാധനാലയങ്ങളാണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ. പുരാതന സാംസ്കാരിക മുദ്ര പേറുന്നവയും ആധുനിക കാലഘട്ടത്തിലെ നിർമ്മിതികളുമായി നിരവധി ക്ഷേത്രങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയം ഏതാണെന്ന് അറിയാമോ? അങ്കോർ വാട്ട് എന്ന ക്ഷേത്ര സമുച്ചയമാണ് ഈ ഖ്യാതി സ്വന്തമാക്കിയിരിക്കുന്നത്. കംബോഡിയയിലെ അങ്കോർ എന്ന സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ന് കംബോഡിയയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ ക്ഷേത്രം. കംബോഡിയയുടെ ദേശീയ പതാകയിൽ വരെ ഈ ക്ഷേത്രം മുദ്രണം ചെയ്തിരിക്കുന്നു. നഗരം എന്നർത്ഥം വരുന്ന അങ്കോർ എന്ന പദവും ഖെമർ കാലഘട്ടത്തിൽ ക്ഷേത്രം എന്നർത്ഥം വരുന്ന വാട്ട് എന്ന പദവും ചേർന്നാണ് അങ്കോർ വാട്ട് എന്ന പദമുണ്ടാകുന്നത്. 9-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ട് വരെ ഖമർ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന കംബോഡിയയിലെ ഒരു സ്ഥലമാണ് അങ്കോർ. 12-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ സൂര്യവർമ്മൻ രണ്ടാമൻ എന്ന ഖെമർ രാജാവിൻ്റെ കാലത്താണ് ഈ ക്ഷേത്രം പണിതതെന്ന് കരുതപ്പെടുന്നു. 14-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം 1351-ലെ ആയുധായൻ്റെ അധിനിവേശം വരെ ഈ സാമ്രാജ്യം നിലനിന്നിരുന്നതായി പറയപ്പെടുന്നു. കംബോഡിയയുടെ പഴയ തലസ്ഥാനമായിരുന്ന ബാഫുവോണിന് സമീപമുള്ള സീംറിപ്പ് എന്ന പട്ടണത്തിന് 5.5 കിലോമീറ്റർ വടക്കു മാറിയാണ് അങ്കോർ വാട്ട് സ്ഥിതി ചെയ്യുന്നത്. കംബോഡിയയിലെ ഏറ്റവും പഴയ ഒരു കൂട്ടം കെട്ടിടങ്ങൾ ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു കോട്ട പോലെയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. ക്ഷേത്ര നഗരത്തിന് ചുറ്റും 200 മീറ്റർ വീതിയിലുള്ള ഒരു കിടങ്ങുണ്ട്. അതിനുള്ളിൽ 5 മീറ്റർ ഉയരമുള്ളതും ഏകദേശം 1 മീറ്റർ വീതിയുള്ളതുമായ മതിൽ ക്ഷേത്ര നഗരത്തെ സംരക്ഷിക്കുന്നു. കരിങ്കല്ലുകളും ചുടുകട്ടകളും ഒഴിവാക്കി വെട്ടുകല്ല് പോലെയുള്ള കല്ലുകൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. കൽക്കഷ്ണങ്ങളെ കൂട്ടി നിർത്താൻ ഉപയോഗിച്ചിരിക്കുന്ന പദാർത്ഥം തിരിച്ചറിയാൻ ഇതുവരെയും നമുക്ക് സാധിച്ചിട്ടില്ല. എന്നിരുന്നാലും അത് മരപ്പശയോ കുമ്മായക്കോട്ടോ ആയിരിക്കാൻ ഇടയുണ്ടെന്ന് കരുതപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന് നടുവിലുള്ള ഗോപുരത്തിന്റെ ഉയരം 200 അടിയാണ്. അതിൻ്റെ ഉള്ളിലെ വിഷ്ണു പ്രതിഷ്ഠയിലേക്കുള്ള സോപാനത്തിൽ 2 അടി വീതം ഉയരമുള്ള 38 പടികളുണ്ട്. ക്ഷേത്രം ചുറ്റുമുള്ള ഗ്രാമത്തേക്കാൾ ഉയർന്നു നിൽക്കുന്നു. ഒന്നിനേക്കാൾ മറ്റൊന്ന് വലിയത് എന്ന രീതിയിൽ നിർമ്മിച്ചിരിക്കുന്നു. 3 മണ്ഡപങ്ങൾ വഴിയാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. ഇവ ബ്രഹ്മാവ്, ചന്ദ്രൻ, വിഷ്ണു എന്നിവർക്ക് സമർപ്പിച്ചിരിക്കുന്നതായി വിശ്വസിക്കുന്നു. ചുറ്റമ്പലത്തിൻ്റെ 4 മൂലകളിലും ചെറിയ ഓരോ ഗോപുരം നിർമ്മിച്ചിട്ടുണ്ട്. കൊത്തുപണികൾ കൊണ്ട് മോടി പിടിപ്പിച്ച തൂണുകളും ചിത്രാലംകൃതമായ ചുവരുകളും കൊണ്ട് ചുറ്റപ്പെട്ടതാണ് ഗർഭഗൃഹം. കൊത്തുപണികളിൽ രാമരാവണ യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം, പാലാഴി മഥനം, കൃഷ്ണ ബാണയുദ്ധം എന്നിവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു. ദേവാസുരന്മാർ, വാസുകി, മന്ദരപർവ്വതം, കൂർമാവതാരം തുടങ്ങി ഓരോ ഇനവും വ്യക്തമായി ചിത്രണം ചെയ്തിട്ടുള്ള ശില്പങ്ങൾ കൊണ്ട് നിറഞ്ഞ പാലാഴി മഥന ശില്പം ഉദാത്തമായ ഒരു കലാശൈലിയുടെ ഉജ്ജ്വലമായ ദർശനമാണ്. ക്ഷേത്രത്തിനു ചുറ്റും വിശാലമായ അങ്കണങ്ങളുണ്ട്. ഇവയും കലാപരമായി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ചുറ്റുപാടും പണിഞ്ഞിട്ടുള്ള മുറികളിലും നിരവധി ചിത്രശില്പങ്ങൾ കാണാം. തമിഴ്നാട്ടിലെ ചോള ശില്പകലയുടെ സാന്നിധ്യം ഈ ക്ഷേത്രത്തിലുണ്ട്. ഹൈന്ദവ വിശ്വാസത്തിലെ മഹാമേരു എന്ന പർവ്വതത്തിൻ്റെ രൂപത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഹൈന്ദവ ദേവതകളുടെയും അസുരന്മാരുടെയും ഗരുഡൻ്റെയും താമരയുടെയും എല്ലാം രൂപങ്ങൾ ഇവയിൽ കാണാൻ കഴിയും. തമിഴ്നാട്ടിലെ ചോള ശില്പകലയുടെ സാന്നിധ്യം ക്ഷേത്രത്തിലുണ്ട്. മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ അധികവും കിഴക്കോട്ട് ദർശനമായി ഇരിക്കുമ്പോൾ അങ്കോർ വാട്ട് പടിഞ്ഞാറോട്ട് ദർശനമായാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശാസ്ത്രത്തിന് പിടികെട്ടാത്ത പല പ്രത്യേകതകളും അങ്കോർ വാട്ട് ക്ഷേത്ര സമുച്ചയത്തിനുണ്ട്. ക്രിസ്തുവിന് മുമ്പ് 10500-ലെ വസന്ത വിഷുവത്തിൽ ദൃശ്യമായിരുന്ന ആകാശത്തിൻ്റെ അതേ മാതൃകയിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. സൂര്യൻ ഭൂമധ്യരേഖ കടന്നു പോകുന്ന ജ്യോതിശാസ്ത്ര സംബന്ധിയായ പ്രതിഭാസത്തിനെയാണ് വിഷുവം എന്ന് പറയുന്നത്. ഇത് മാർച്ച് 20-നും സെപ്റ്റംബർ 23-നുമാണ് സംഭവിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പകലിനും രാത്രിക്കും ഏകദേശം തുല്യ നീളമാണ്. അങ്കോർ വാട്ടിനകത്തെ ക്ഷേത്രങ്ങളിലൊന്നായ നോംബക്കിങ്ങിൻ്റെ ചുറ്റും 108 ഗോപുരങ്ങളുണ്ട്. ഹിന്ദു ബുദ്ധ വിശ്വാസങ്ങളിൽ 108 എന്ന സംഖ്യയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. 72 എന്ന സംഖ്യ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓരോ 25,920 വർഷത്തിലും ഭൂമിയുടെ സ്ഥാനം നക്ഷത്രരാശികളെ അപേക്ഷിച്ച് മാറുമെന്ന് കരുതപ്പെടുന്നു. അതായത് ഓരോ 72 വർഷത്തിലും 1 ഡിഗ്രി വീതം. മാത്രമല്ല ഗിസയിലെ പിരമിഡിൽ നിന്നും 72 ഡിഗ്രി കിഴക്ക് മാറിയാണ് അങ്കോർ വാട്ട് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് എന്നതും വിസ്മയകരമാണ്. പുറത്തെ ഭിത്തി ഏതാണ്ട് 203 ഏക്കർ സ്ഥലത്ത് ഉൾക്കൊള്ളുന്നു. ഇവയിൽ ക്ഷേത്രത്തിന് തെക്ക് വശത്തുള്ള കൊട്ടാരവും ഉൾപ്പെടുന്നു.
അങ്കോറയിലെ എല്ലാ കെട്ടിടങ്ങളെയും പോലെ തന്നെ ഇവയും കരിങ്കല്ലുകൾക്ക് പകരം നശ്വരമായ വസ്തുവകകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവയുടെ ഏറെ ഭാഗവും വനം മൂടിക്കിടക്കുകയാണ്. ക്ഷേത്രത്തെയും പടിഞ്ഞാറൻ ഗോപുരത്തെയും തമ്മിൽ 350 മീറ്റർ നീളമുള്ള ഒരു നടപ്പാത ബന്ധിപ്പിക്കുന്നു. നിലവിൽ ഏറ്റവും വലിയ മതനിർമ്മിതി എന്ന ഗിന്നസ് റെക്കോർഡ് അങ്കോർ വാട്ടിന് ലഭിച്ചിട്ടുണ്ട്. ലോക പൈതൃക സ്മാരകമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് അങ്കോർ വാട്ടിനെയാണ്. അങ്കോർ വാട്ടിനെ വാസ്തുശില്പകലയുടെ ഒരു ഇന്ദ്രജാലം എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അത്രയും മനോഹരവും അത്ഭുതകരവുമാണ് ഈ ക്ഷേത്രങ്ങളുടെ രൂപകൽപ്പന. അങ്കോർ വാട്ട് നിലവിൽ കംബോഡിയയിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ്. കംബോഡിയയിൽ വരുന്ന വിദേശ വിനോദസഞ്ചാരികളുടെ 50% ക്ഷേത്രം സന്ദർശിക്കുന്നുണ്ടെന്ന് സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നു. വിനോദസഞ്ചാരികളിൽ നിന്ന് ഈടാക്കുന്ന പ്രവേശന ഫീസിൻ്റെ ഒരു ഭാഗം ക്ഷേത്ര നവീകരണത്തിനും സംരക്ഷണത്തിനുമായി ഉപയോഗിക്കുന്നു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis, realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Achigal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.